കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഫങ്ഷൻ എന്താണ്, കോസ്റ്റ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, മണി കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അങ്ങനെ തുടങ്ങി പ്രൈവറ്റ് കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, അങ്ങനെ ചില കോസ്റ്റ് കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് വരുന്നുണ്ട്. കോസ്റ്റ് ഫങ്ഷൻ എന്താണ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ സർട്ടൻ ഔട്ട്പുട്ട് ഓഫ് എ കമ്മോഡിറ്റി ഈസ് എ സം ഓഫ് ഓൾ ദി പേയ്മെൻറ്റ്സ് ടു ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നൽകുന്ന പേയ്മെൻറ്റാണ് എന്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The term cost of production has meaning only when it is related to output. Cost of production എന്നുള്ള മീനിങ് വരുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ടേം വരുന്നത് എപ്പോഴാണ്? അത് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോഴാണ്. The cost of production of an individual firm operating in the market has an important influence on the market supply of a commodity. ഒരു ഇൻഡിവിജ്വൽ ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റി മാർക്കറ്റിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ അത് എത്രയാണ് ആ കമ്മോഡിറ്റി മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത് എന്നതും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ നൽകുന്ന പേയ്മെൻറ്റ്സ് ആണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കോസ്റ്റ് ഫംഗ്ഷൻ. എന്താണ് കോസ്റ്റ് ഫംഗ്ഷൻ? കോസ്റ്റ് ഫംഗ്ഷൻ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട്. കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. ദി കോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ദ പ്രൈസസ് ഇറ്റ് പേസ് ഫോർ ഇറ്റ്സ് ഇൻപുട്ട്. കോസ്റ്റ് ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതൊക്കെയാണ് കൂടിയിട്ടാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ ഇൻപുട്ടിന് നമ്മൾ നൽകുന്ന പ്രൈസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കോസ്റ്റ് ഫംഗ്ഷന് തീരുമാനിക്കുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻസ് ആർ ഡിറൈവ്ഡ് ഫംഗ്ഷൻസ് ബിക്കോസ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷനെ ഡിറൈവ്ഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കോസ്റ്റ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നാണ്. കോസ്റ്റ് ഫംഗ്ഷൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷനെ ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്നും ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻ ദി ഷോർട്ട് റൺ സം ഇൻപുട്സ് ആർ ഫിക്സഡ്. ഷോർട്ട് റണ്ണിൽ ചില ഇൻപുട്സുകൾ ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി ഈസ് ഈക്വൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ടി പി എഫ് കെ ബാർ എന്ന രീതിയിലാണ്. ഇവിടെ സി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റും എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട്, ടി എന്ന് പറയുന്നത് ടെക്നോളജി, പി എഫ് പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ്, ദെൻ കെ ബാർ എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടേഴ്സ്. അതായത് ഷോർട്ട് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേരിയബിൾ അല്ല, ചിലത് മാത്രമേ നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ, ചിലതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഈ കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബാർ ഇട്ട് പറയുന്നത് കേട്ടോ. കെ ബാർ എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടേഴ്സ്. ഈ ലോങ് റണ്ണിലാവുമ്പോഴോ ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്സും നമുക്ക് മാറ്റാൻ കഴിയും. ദ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് എഴുതാൻ കഴിയുന്നത് സി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ടി പി എഫ്. സി ടോട്ടൽ കോസ്റ്റ്, എക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട്, ടി എന്ന് പറയുന്നത് ടെക്നോളജി, പി എഫ് എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേരി ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ബാർ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് കൺസെപ്റ്റ്സ്. Several cost concepts are used in economics. Opportunity cost is the most relevant cost concept in economic decision. Important cost concepts used in economics are the following. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കോസ്റ്റ് കൺസെപ്റ്റുകളാണ്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ബൈ എ ഫേം ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ടു ദ ബയർ. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ കോസ്റ്റാണ് അല്ലേ. ഇത് പ്രൊഡക്ഷനിൽ ഒരു ഫേമിന് വരുന്ന കോസ്റ്റാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതേപോലെ വാങ്ങുന്ന ആളുകൾക്ക് ഈ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നത്. ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ഫേം ഓൺ റോ മെറ്റീരിയൽസ്, വേജസ് ടു ദ വർക്കേഴ്സ്, ഫ്യൂവൽ, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റിന് വരുന്ന എക്സാമ്പിളാണ് എന്തൊക്കെ? കോസ്റ്റ് ഫോർ റോ മെറ്റീരിയൽ, വേജസ് ടു വർക്കേഴ്സ്, ഫ്യൂവൽ, ഇന്ധനം, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ബയർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കമ്മോഡിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതുപോലെ പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണോ അതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് സെല്ലിംഗ് കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് കൺസ്യൂമേഴ്സ് വാണ്ട്സ് ആർ സെല്ലിംഗ് കോസ്റ്റ്. കൺസ്യൂമറുടെ ആവശ്യങ്ങൾ മാറ്റാൻ ഉപയോഗിക്കുന്ന കോസ്റ്റുകളാണ് എന്ത് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഓർ സർവീസ്. ഒരു സർവീസിനോ അല്ലെങ്കിൽ ഗുഡിനോ അതിൻ്റേതായിട്ടുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് സെല്ലിംഗ് കോസ്റ്റ്. എക്സാമ്പിൾസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ആർ അഡ്വർടൈസിംഗ് ഇൻ ഇറ്റ്സ് മെനി ഫോംസ്, ഫ്രീ സാമ്പിൾസ്, സാലറീസ് ആൻഡ് അലവൻസസ് ഗിവൺ ടു സെയിൽസ്മാൻ. ഇപ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അഡ്വർടൈസിങ്ങിന് വരുന്ന കോസ്റ്റ്, ഇനി സാമ്പിൾസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് സാലറീസ്, പിന്നെ മറ്റ് അലവൻസസുകൾ, സെയിൽസ്മാന് കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളൊക്കെ. ദ പർപ്പസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഈസ് ടു ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ് ടു ദ റൈറ്റ് ടു ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. എന്താണ് ഇതിൻ്റെ സെല്ലിംഗ് കോസ്റ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്? പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദ കൺസെപ്റ്റ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാംബർലിൻ. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ചാംബർലിൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് മണി കോസ്റ്റ്. മണി കോസ്റ്റിനെ നോമിനൽ കോസ്റ്റ് എന്ന് പറയാം. മണി കോസ്റ്റ് റെപ്രസെൻറ്റ് ദി അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദി ഫേം ഓർ ഇൻഡിവിജ്വൽ. മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചറിനെയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. It is the money figure composed of the cost of all the inputs or service of the factors of production which are necessary to produce the given output. ഒരു ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മൊത്തം കോസ്റ്റുകൾ കൂടി ചേർന്നാണ് എന്ത് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടിനോ അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ സർവീസസിനോ വരുന്ന കോസ്റ്റ് എന്താണോ അതാണ് മണി കോസ്റ്റ്. All the payments for factor services such as wages, interest, rent, and normal profit for the entrepreneur, cost of raw materials, depreciation charges, expenses on fuel, insurance charges, transportation cost, advertisement expenditure, etc. are included in the money cost. Money cost വരുന്ന എക്സാമ്പിൾ ആണ് എന്ത്? വേജസ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, നോർമൽ പ്രോഫിറ്റ് ഫോർ ദി എൻ്റർപ്രണർ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഡെപ്രിസിയേഷൻ ചാർജസ്, എക്സ്പെൻസസ് ഓൺ ഫ്യൂവൽ, ഇൻഷുറൻസ് ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ. അപ്പോൾ ഇതാണ് മണി കോസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് കോസ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. Explicit cost consists of all the monetary expenses incurred by the firm in the production process. Production processൽ വരുന്ന എല്ലാ monetary expensesഉം explicit costൽ വരും. Thus, explicit cost refers to actual expenditure of the firm to purchase or hire the inputs it needs. അപ്പോൾ ഈ ഫേമിന് ആവശ്യമുള്ള സമയത്ത് ഇൻപുട്സ് ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചറൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ വരും. These costs include payments for such input as labor, raw material, electricity, equipment, and for any other input not actually owned by the owner of the firm. അപ്പോൾ ഫേമിൻ്റെ ഓൺ ചെയ്യാത്ത സംഭവങ്ങളുണ്ടോ? അതൊക്കെയാണ് ലേബർ, റോ മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി, എക്യുപ്മെൻറ്റ് ആൻഡ് ഫോർ എനി അതർ ഇൻപുട്ട്. അതൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ വരും. ലൈസൻസ് ഫീസ്, ഇൻഷുറൻസ് പ്രീമിയംസ് ആൻഡ് ഡിപ്രിസിയേഷൻ ചാർജസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഇൻപുട്സിൽ ഏതൊക്കെയാണോ ഓൺ ചെയ്യാത്തത്, സ്വന്തമായിട്ട് ഓൺ ചെയ്യാത്തത്, അതിന് വരുന്ന കോസ്റ്റൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിൽ വരും. ഓക്കെ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നതിന് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേം സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന ഇൻപുട്സുകളൊക്കെ ഉണ്ടല്ലോ, അതിന് വരുന്ന കോസ്റ്റുകളാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Okay, implicit cost refer to the value of the inputs owned by the firm and used by the firm in its own production process. Thus, implicit cost of production are the cost of self-owned and self-employed resources. സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എംപ്ലോയ് ചെയ്യുന്നത്, സെൽഫ് എംപ്ലോയിഡ് റിസോഴ്സ് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള റിസോഴ്സസ് ഇനി വരുന്ന കോസ്റ്റുകളാണ് എന്ത്? ഇംപ്ലിസിറ്റ് കോസ്റ്റ്. For example, the amount of money invested by the entrepreneur himself or the amount of labor time spent by the owner for the firm. എന്തൊക്കെയാണ് എക്സാമ്പിൾ?
ഒരു എൻ്റർപ്രണർ അവരുടെ സ്വന്തം ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, അതേപോലെ ആ ഫേമിൽ തന്നെ അയാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് വരുന്ന കോസ്റ്റ് എന്തൊക്കെയാണോ അതൊക്കെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇപ്പോൾ സ്വന്തം ഫേമിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ടിയിരുന്ന കോസ്റ്റ് എന്താണോ അതൊക്കെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ വരിക. ദ വാല്യൂ ഓഫ് ദീസ് ഓൺഡ് ഇൻപുട്സ് ഷുഡ് ബി എസ്റ്റിമേറ്റഡ് ഫ്രം വാട്ട് ദേ കുഡ് ഏൺ ഇൻ ദെയർ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യൂസ്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതിന് പകരം അയാൾ വേറൊരു ഫേമിലാണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ വേറൊരാളെയാണ് അയാൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് അയാൾ നിയമിച്ചിരുന്നെങ്കിൽ എത്ര കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വരിക. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിനെയും നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, next, private cost and social cost. Private cost is the cost incurred by the producer of a good or service. Private cost എന്ന് പറയുന്നത് is the cost incurred by the producer of a good or service. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സർവീസ് ഓൺ ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് പോകുന്ന കോസ്റ്റുകൾ ഒക്കെ നഷ്ടമാവുന്ന എന്തൊക്കെയാണോ പ്രൈവറ്റ് കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ സൊസൈറ്റി ആസ് എ ഹോൾ. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹം മൊത്തം വഹിക്കേണ്ട കോസ്റ്റാണ് സോഷ്യൽ കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് എനി എക്സ്റ്റേണൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം പ്രൊഡക്ഷൻ. സോഷ്യൽ കോസ്റ്റ് പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് അതേപോലെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എക്സ്റ്റേണൽ കോസ്റ്റും പ്രൈവറ്റ് കോസ്റ്റും കൂട്ടിയാൽ കിട്ടുന്നതാണ് സോഷ്യൽ കോസ്റ്റ്. അതായത് സച്ച് ആസ് കോസ്റ്റ് ഓഫ് പൊള്യൂഷന് വരുന്ന കോസ്റ്റ് കേട്ടോ. പൊള്യൂഷൻ എന്നുള്ളൊരു സംഭവമല്ലേ, അതിന് എത്രയാണ് സമൂഹത്തിന് നഷ്ടമാകുന്നത് എന്നുള്ളതാണ് സോഷ്യൽ കോസ്റ്റ്. Social cost is higher than private cost when the producer is able to escape some of the economic cost of production. Social cost എന്ന് പറയുന്നത് പ്രൈവറ്റ് കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക് കോസ്റ്റ്. എക്കണോമിക് കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് അക്കൗണ്ടിങ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റും അതുപോലെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും കൂടി ചേർന്നതാണ് എക്കണോമിക് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് ആർ ദി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വിച്ച് ആർ പെയ്ഡ് ബൈ ദി എൻ്റർപ്രണർ ടു ദ ഓണേഴ്സ് ഓഫ് ഹയർഡ് ഫാക്ടേഴ്സ് ആൻഡ് സർവീസസ്. അക്കൗണ്ടിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹയേർഡ് ഫാക്ടേഴ്സിന്, ഒരു ഫേം എടുത്തിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നൽകുന്ന കോസ്റ്റ് എന്തൊക്കെയാണോ അതാണ് അക്കൗണ്ടിങ് കോസ്റ്റ്. അതേപോലെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സിന് അല്ലെങ്കിൽ റിസോഴ്സസിന് എൻ്റർപ്രണർ കൊടുക്കുന്ന കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് എക്കണോമിക് കോസ്റ്റ്. ഓക്കെ, the real cost of production refers to the exertions or disutilities of all the kinds of labor. ഇപ്പോൾ റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലേബറിന് വരുന്ന ഡിസ്യൂട്ടിലിറ്റീസ്, അതുപോലെ അവർ എന്തൊക്കെയാണോ വർജിക്കുന്നത്, അതായത് നഷ്ടപ്പെടുത്തുന്നത്, അതേപോലെ ദ അബ്സ്റ്റൻസ് ഓർ ദ വെയിറ്റിംഗ്സ് റിക്വയർഡ് ഫോർ സേവിങ് ദ ക്യാപിറ്റൽ നീഡഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഒരു സബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. എന്തൊക്കെയാണ് ഒരു ലേബർ നഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റിങ്സ്, എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നു എന്നുള്ളതൊക്കെയാണ് റിയൽ കോസ്റ്റിൽ വരിക. Thus it is the efforts and sacrifices undergone by various members of the society in producing a commodity. അപ്പോൾ ഒരു സമൂഹത്തിലെ മെമ്പേഴ്സ് എടുക്കുന്ന എഫേർട്സും സാക്രിഫൈസസും ഒക്കെയാണ് റിയൽ കോസ്റ്റിൽ വരിക. ഇവിടെ എക്സേർഷൻസ് എന്ന് പറഞ്ഞാൽ അധ്വാനം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോ ലേബറിനുണ്ടാകുന്ന ഡിസ്യൂട്ടിലിറ്റി, അതുപോലെ അവർ ഉപയോഗിക്കുന്ന അധ്വാനം എത്ര ഉണ്ട്, അതേപോലെ എന്തൊക്കെയാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൂട്ടിയാൽ കിട്ടുന്നതാണ് റിയൽ കോസ്റ്റ്. അതൊരു സബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. റിയൽ കോസ്റ്റ് is a subjective concept and cannot be measured because it is based on a set of psychological concepts like disutility, abstinences and waiting. അപ്പോൾ ഇത് സബ്ജക്റ്റീവ് കൺസെപ്റ്റാണ്. അത് ബേസ് ചെയ്തിരിക്കുന്നത് സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആയിട്ടുള്ള ഡിസ്യൂട്ടിലിറ്റി, ആബ്സ്റ്റിനൻസ് ആൻഡ് വെയിറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് അഥവാ ട്രാൻസ്ഫർഡ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനി ഗുഡ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ആൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി സാക്രിഫൈസ്ഡ് ടു ഒബ്റ്റെയിൻ ദ ഇൻപുട്സ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ത്യജിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്.
അതായത് ഏതെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള മറ്റൊരു ഓൾട്ടർനേറ്റീവ് പകരം വെക്കുന്ന മറ്റൊരു സാധനം നമ്മൾ ത്യജിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ത്യജിച്ച സാധനത്തിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദസ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗൺ. അതായത് പകരം വെക്കുന്ന വേറൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. For a farmer, the opportunity cost of using his land for growing wheat would be the rice that could have been grown on this land, assuming that rice is his next best crop. ഒരു ഫാമർക്ക് അയാളുടെ ലാൻഡിൽ റൈസും അതേപോലെ വീറ്റും നടാൻ പറ്റും, അയാൾക്ക് ഗ്രോൺ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഒന്നിന് മാത്രം അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീറ്റിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, റൈസ് പ്രൊഡ്യൂസ് ചെയ്താൽ അയാൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് അയാൾ ത്യജിച്ചത് അല്ലേ. വീറ്റിന് വേണ്ടിയിട്ടാണ് അയാളുടെ ലാൻഡ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്ന മറ്റൊരു വിള ഏതാണ്, റൈസാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണോ അതായിരിക്കും എന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നിന് വേണ്ടിയിട്ട് മറ്റൊന്ന് ത്യജിച്ചത് എന്താണോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇഫ് എ ലാബറർ ക്യാൻ പ്രൊഡ്യൂസ് either a washing machine or a refrigerator, and if he is employed in the production of a washing machine, the opportunity cost of producing a washing machine is the value of the refrigerator that the laborer could have produced. ഇപ്പോൾ ഒരു ലേബർ വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്റർക്കും അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അയാൾ വാഷിംഗ് മെഷീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വാഷിംഗ് മെഷീൻ എന്താണ്, ദ വാല്യൂ ഓഫ് ദ റെഫ്രിജറേറ്റർ ദാറ്റ് ലേബറർ കുഡ് ഹാവ് പ്രൊഡ്യൂസ്ഡ്. ലേബറർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമായിരുന്ന റെഫ്രിജറേറ്ററിൻ്റെ വാല്യൂ എന്താണോ അതാണ് വാഷിംഗ് മെഷീൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് റെഫർ ടു ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഹാസ് ബീൻ ഇൻകേർഡ് ആൻഡ് കനോട്ട് ബി റിക്കവേർഡ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുള്ളൊരു എക്സ്പെൻഡിച്ചറാണ്, അത് നമുക്കൊരിക്കലും റിക്കവർ ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് എ സങ്ക് കോസ്റ്റ് കനോട്ട് ബി റിക്കവേർഡ്, ഇറ്റ് ഷുഡ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ഫേംസ് ഡിസിഷൻ. സങ്ക് കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫേമിൻ്റെ ഡിസിഷനൊന്നും അത് ബാധിക്കുകയില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫേം ഒരു പുതിയതായിട്ട് വരുന്ന ഒരു പ്ലാന്റിന് ഒരു ന്യൂ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു എന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു, ഡിസൈൻ ചെയ്തു. ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് കനോട്ട് ബി കൺവേർട്ടഡ് ഫോർ അനദർ യൂസ്. വേറൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ എക്യുപ്മെൻറ്റ് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറാണോ എന്താണോ അതാണ് സങ്ക് കോസ്റ്റ്. ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഓൾട്ടർനേറ്റീവ് യൂസസ്. എന്താണ്, ആ ഒരു എക്യുപ്മെൻറ്റിന് മറ്റൊരു ഉപയോഗമില്ല. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0 ആണ്. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിന് ഫേംസിൻ്റെ കോസ്റ്റിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. സങ്ക് കോസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് മുങ്ങുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഫേമിൻ്റെ കോസ്റ്റിൽ അത് വരില്ല എന്നാണ് പറയണത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് കോസ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ആക്ച്വലി ഇൻകേർഡ് അറ്റ് ദ ടൈം ഓഫ് അക്യൂസിഷൻ ഓഫ് ആൻ അസറ്റ് ഇൻ ദി പാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ നേടിയെടുത്തെങ്കിൽ, അക്വയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് എന്താണോ അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു റീപ്ലേസ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ നിലനിൽക്കുന്ന ഒരു അസറ്റിനെ അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മേ ബി ഗ്രേറ്റർ ഓർ ലെസ് ദാൻ ദി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനേക്കാളും കുറവോ കൂടുതലോ ആവാം റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ അസറ്റ് ഇൻക്രീസസ് വിത്ത് ടൈം, ദ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. സമയമനുസരിച്ചിട്ട് ഇങ്ങനെ അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ വരിക, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനേക്കാളും കൂടുതലായിട്ട് വരിക. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ ചിലവായത് അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വരുന്ന കോസ്റ്റാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഓഫ് എ ഫേം ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറാത്ത കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ്. ദേ ആർ ഇൻകേർഡ് ഫോർ ഫിക്സഡ് റിസോഴ്സസ് യൂസ്ഡ് ബൈ ദ ഫേം. ഇപ്പോൾ ഫേം ഉപയോഗിക്കുന്ന ഫിക്സഡ് റിസോഴ്സിന് വരുന്ന കോസ്റ്റുകളാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വിൽ റിമെയിൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് ലെവൽ റിഗാർഡ്ലെസ് ഓഫ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ലെവൽ റിഗാർഡ്ലെസ് ഓഫ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം.
ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുന്നോ എന്ന് നോക്കാതെ ഫിക്സഡ് ആയിട്ട് കോൺസ്റ്റൻ്റായി നിൽക്കുന്നതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആർ ഇൻകേർഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ പോലും എന്തുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. Thus fixed costs are independent of the level of output. The fixed cost curve is a horizontal line, that is slope is 0 at the level of fixed cost. ഫിക്സഡ് കോസ്റ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, പ്രോപ്പർട്ടി ടാക്സസ്, ഡെപ്രിസിയേഷൻ, മെയിൻ്റനൻസ്, റെൻറ്റ് ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഫിക്സഡ് കോസ്റ്റിൽ വരുന്ന എക്സാമ്പിളാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, പ്രോപ്പർട്ടി ടാക്സ്. അതായത് പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും വരുന്ന കോസ്റ്റ്. ഔട്ട്പുട്ട് എന്തോ കുറവാണോ കൂടുതലാണോ എന്നില്ല, നമുക്ക് എന്താണോ കോസ്റ്റ് വരുന്നത് അതാണ് ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മെഷീൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ്, റെൻറ്റ്, കെട്ടിടത്തിന് വരുന്ന റെൻറ്റ്, ഇതൊക്കെ എന്ത് വരാം, ഫിക്സഡ് കോസ്റ്റാണ്. അത് എപ്പോഴും ആ ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുകയാണ് അല്ലേ. പ്രൊഡക്ഷൻ എത്രയായാലും എന്തുണ്ടാവും, ആ ഒരു കോസ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിഗാർഡഡ് ആസ് എ ഫിക്സഡ് കോസ്റ്റ് ഇൻ ദി ഷോർട്ട് റൺ ബട്ട് നോട്ട് ഇൻ ദി ലോങ് റൺ. കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കോസ്റ്റാണ്. ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റാണ്, ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് സപ്ലിമെൻ്ററി കോസ്റ്റ്. സപ്ലിമെൻ്ററി കോസ്റ്റ് കംപ്രൈസ് ദി ഫിക്സഡ് കോസ്റ്റ് ഓഫ് എ ഫേം എക്സെപ്റ്റ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. സപ്ലിമെൻ്ററി കോസ്റ്റിൽ വരുന്നത് ഫിക്സഡ് കോസ്റ്റുകളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളല്ലാതെ വരുന്ന ഫിക്സഡ് കോസ്റ്റുകളെല്ലാം സപ്ലിമെൻ്ററി കോസ്റ്റിൽ വരും. സപ്ലിമെൻ്ററി കോസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ഫിക്സഡ് കോസ്റ്റ് ബൈ ഡിഡക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ സപ്ലിമെൻ്ററി കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റാണ് വരിക. സോ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കിഴിച്ചുകൊണ്ടുള്ള ഫിക്സഡ് കോസ്റ്റുകളൊക്കെ എന്താണ്, സപ്ലിമെൻ്ററി കോസ്റ്റാണ്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്ലിമെൻ്ററി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. Then variable cost. Variable cost of a firm are those costs that vary as output changes. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ മെഷേർഡ് ഫോർ ദി വേരിയബിൾ റിസോഴ്സ് യൂസ്ഡ് ബൈ ദ ഫേം. അപ്പോൾ ഒരു ഫേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾ ഫാക്ടേഴ്സിന് വരുന്ന കോസ്റ്റാണ് എന്ത്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എ ഫേം റിക്വയർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ റിസോഴ്സസ്. ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വേരിയബിൾ റിസോഴ്സ് അധികം വരും. അങ്ങനെ ആകുമ്പോൾ വേരിയബിൾ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് ഈസ് 0 വെൻ ഔട്ട്പുട്ട് ഈസ് 0. വേരിയബിൾ കോസ്റ്റ് എപ്പോഴാണ് 0 ആവുന്നത്, ഔട്ട്പുട്ട് 0 ആകുമ്പോഴാണ്. ദ വേരിയബിൾ കോസ്റ്റ് കർവ് ഈസ് ആൻ ഇൻവേഴ്സ് എസ് ഷേപ്ഡ് കർവ് ദാറ്റ് റിഫ്ലക്ട് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് എസ് ഷേപ്ഡ് കർവാണ്. അതെന്താണ് അർത്ഥമാക്കുന്നത്, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വേരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡ് വേജസ്, പേയ്മെൻറ്റ് ഫോർ റോ മെറ്റീരിയൽസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, പവർ, ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ. വേരിയബിൾ കോസ്റ്റിൽ വരുന്നത് വേജസ്, അതുപോലെ പേയ്മെൻറ്റ്സ് ഫോർ റോ മെറ്റീരിയൽസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, പവർ, ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദെൻ പ്രൈം കോസ്റ്റ്. Prime costs are inclusive of all costs that vary with output and which would not have to be incurred if the firm had to close down temporarily. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കോസ്റ്റും വരും, അതായത് ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന എല്ലാ കോസ്റ്റുകളും വരുന്നതാണ് പ്രൈം കോസ്റ്റ്. വിച്ച് വുഡ് നോട്ട് ഹാവ് ടു ബി ഇൻകേർഡ് ഇഫ് ദ ഫേം ഹാഡ് ടു ക്ലോസ് ഡൗൺ ടെമ്പററി. ഇപ്പോൾ ഏതെങ്കിലും ഒരു പകുതിക്ക് വെച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടെമ്പററി ആയിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, ഫേം ക്ലോസ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈം കോസ്റ്റ് ഉണ്ടാവില്ല. Okay, thus variable cost of a firm together with the cost of administration are known as prime cost. അപ്പോൾ വേരിയബിൾ കോസ്റ്റും അതുപോലെ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിൽ വേരി ബോത്ത് ഇൻ ദ മീഡിയം ടേം ആൻഡ് ലോങ് ടേം. ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മീഡിയം ടേമും അതുപോലെ ലോങ് ടേമും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേരി ചെയ്യാം. കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്താ പറയുക, മീഡിയം ടേം ആണോ ലോങ് ടേം ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേരി ചെയ്യും. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന എല്ലാ കോസ്റ്റുകളും പ്രൈം കോസ്റ്റിൽ വരും. ഇറ്റ് വുഡ് നോട്ട് ഹാവ് ടു ബി ഇൻകേർഡ് ഇഫ് ദ ഫേം ഹാഡ് ടു ക്ലോസ് ഡൗൺ ടെമ്പററി. തൽക്കാലത്തേക്ക് നമ്മളൊരു ഫേം ക്ലോസ് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ കുറേ കോസ്റ്റ് കൺസെപ്റ്റുകൾ പറയുന്നത്. ഇപ്പോൾ രണ്ടും ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് ഓരോന്നും ഓരോ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ കോസ്റ്റുകൾ നമ്മൾ പറഞ്ഞത്, പ്രൈം കോസ്റ്റും സപ്ലിമെൻ്ററി കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, പിന്നെ ഫിക്സഡ് കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, റിയൽ കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, മണി കോസ്റ്റ്,
പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞ് വെക്കുക കേട്ടോ.